ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഗാനബിൽ എന്ന സീരീസിൻ്റെ അവസാന എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ കാണുന്നത് ഈ തൊപ്പിക്കാരൻ നമ്മുടെ ഡേഗോനെ അടിച്ചൊരു പരുവത്തിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അവനെ അവന്മാരെല്ലാവരും ചേർന്നിട്ട് എടുത്തോണ്ട് പോകുന്നതാണ്. ഡേഗോയ്ക്കാണെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അവൻ്റെ മുഖത്തുനിന്നും തലയിൽ നിന്നൊക്കെ അത്രത്തോളം രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ മൈക്കിളിൻ്റെ അടുത്തേക്ക് ആ കോട്ടോസിന്റെ കൂട്ടത്തിലുള്ള പൊക്കം കുറഞ്ഞവനുണ്ടല്ലോ, അവൻ ഓടിക്കൊണ്ട് വന്നിട്ട് പറയുന്നത്, എടാ മൈക്കിളെ, ആ ഓഫീസറെ നമുക്ക് കയ്യോടെ കിട്ടിയിട്ടുണ്ട്. അവനെങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല, നീ വന്ന് നോക്ക്, നമുക്ക് എന്താന്ന് വെച്ചാൽ അവനെ ചെയ്യാം. അതേസമയം തന്നെ തൊപ്പിക്കാരനെയും കാണിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കൂട്ടത്തിൽ തന്നെയുള്ള മറ്റൊരുത്തനോട് പറയുന്നുണ്ട്, ഏതോ ഒരുത്തൻ നമ്മുടെ കൂടെ നിന്ന് നമുക്കിട്ട് പണിയുന്നുണ്ട്, അതാരായാലും തന്നെ അവനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ മറ്റവൻ ചോദിക്കുന്നുണ്ട്, അല്ല ആരാന്ന് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? എനിക്കിത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ നമുക്കിട്ട് തന്നെ പണിയോ? അതാരായാലും അവനെ ഞാൻ കണ്ടുപിടിച്ചോളാം. എന്നാൽ ഈ തൊപ്പിക്കാരന്റെ മുഖത്ത് എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവൻ ആരാ എന്നുള്ളത് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ മൈക്കിള് ഡേഗോയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവനെ അവന്മാരെല്ലാം ചേർന്നിട്ട് ഒരു ചെയറിൽ കെട്ടിവെച്ചിരിക്കുമായിരുന്നു. ഡേഗോയെ കണ്ടപാടെ തന്നെ മൈക്കിള് ചോദിക്കുന്നുണ്ട്, അല്ല ഓഫീസറെ, തനിക്ക് ഇവിടെ എന്താ പരിപാടി? താൻ ഈ കൂക് വിട്ടു പോയെന്നാണല്ലോ ഞാൻ അറിഞ്ഞേക്കുന്നത്. ദേ പിന്നെയും വന്നേക്കുന്നത് ഞങ്ങൾക്കിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡേഗോ അവന്മാരോട് പറയുന്നുണ്ട്, അല്ലടാ എനിക്കങ്ങനെ വെറുതെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? നീയെല്ലാം ചേർന്നിട്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ അല്ലടാ ബലി കൊടുക്കുന്നത്. നിനക്ക് അവരെ ഒന്ന് വിട്ടയച്ചൂടെ? അവരെ നീ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. മാത്രമല്ല ഓരോ വർഷവും ഈ കൂകില് ഓരോ കുഞ്ഞുങ്ങള് ചാപിള്ളയായിട്ട് പിറക്കാറുണ്ടായിരുന്നെന്നും ആ പ്രസവം എല്ലാം തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത് ജിൻഗോട്ടോ ആണെന്നുമുള്ളതും എനിക്കറിയാം. അപ്പോൾ മൈക്കിൾ അവനോട് പറയുന്നുണ്ട്, താനിതൊക്കെ അറിഞ്ഞെന്ന് വെച്ചിട്ട് ഞങ്ങൾക്കൊരു ചുക്കുമില്ല. അപ്പോൾ ഡേഗോ, ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ജിൻഗോട്ടോ ആണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങളെല്ലാം തന്നെ രക്ഷപ്പെടും. പോലീസ് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഗോട്ടോ നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ എന്നെ ഇവിടെയിട്ട് കൊല്ലാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ ഞാനൊരു പോലീസുകാരനാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കെതിരെ അന്വേഷണം വരും. അതോടെ നീയെല്ലാം കുടുങ്ങുകയും ചെയ്യും. ഇത് കേട്ടിട്ട് ആ ഗോട്ടോസിന്റെ കൂട്ടത്തിലുള്ള ഒരു മൊട്ടത്തല്ലിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ നമ്മുടെ ഡേഗോ കേട്ടിട്ട് ഒറ്റ ചവിട്ട് കൊടുത്തു. ഡേഗോ ഇവിടെ മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. എന്നാൽ അവന്റെ കയ്യിലായിട്ട് ഒരു കല്ല് തടഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ആ കല്ലെടുത്തിട്ട് ഇവന്മാരെ കാണാതെ അവനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കയറ് മുറിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഈ ഗോട്ടോസിന്റെയൊക്കെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് അവര് പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഉത്സവത്തിന് ഇനി ഒട്ടും സമയമില്ല, ഒരു കൊച്ചു കൊല്ലപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ വിചാരിച്ചാൽ നമുക്ക് ഇതെല്ലാം തന്നെ അവസാനിപ്പിക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ആ മൊട്ടത്തലേനാണെങ്കിൽ നല്ല കലി കയറി. അവനൊരു അരിവാള് എടുത്തിട്ട് നമ്മുടെ ഡേഗോയെ വെട്ടാൻ പോകുമ്പോഴായിരുന്നു ഡേഗോയുടെ കയ്യിലുള്ള കയറ് മുറിയുന്നതും മൊട്ടത്തലേനെ അവൻ ചവിട്ടി വീഴ്ത്തുന്നതും. കൂടാതെ അവന്റെ മോന്തക്കിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ അരിവാള് വാങ്ങിയിട്ട് അവന്റെ കഴുത്തിൽ തന്നെ വെച്ചിട്ട് ഗോട്ടോസിനോട് പറഞ്ഞു, എന്നെ എന്തേലും ചെയ്താലുണ്ടല്ലോ ദേ ഇവൻ ഇവിടെ കിടന്ന് മരിക്കും. അപ്പോഴേക്കും തന്നെ എല്ലാ ഗോട്ടോസും ഗണ്ണെടുത്തിട്ട് ഡേഗോയ്ക്ക് നേരെ ചൂണ്ടിയിട്ടുണ്ടായിരുന്നു. അവന്മാരെല്ലാം തന്നെ അലറിക്കൊണ്ട്, മൈക്കിൾ എന്തേലും ഒന്ന് ചെയ്യടേ, ഇവനെ ഞങ്ങളിപ്പോ കൊല്ലുന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മൈക്കിളിന് മാത്രം ഒരനക്കവുമില്ല. ഇരുന്നിടത്ത് നിന്നും അനങ്ങാതെ വളരെ സൈലന്റ് ആയിട്ട് മൈക്കിള് ഇതെല്ലാം തന്നെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. വെടി ഇപ്പൊ പൊട്ടുന്ന് വിചാരിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ ഡേഗോയുടെ ചീഫ് ഉണ്ടല്ലോ, ആ ഒരു പോലീസ് ഓഫീസർ അങ്ങേരെ അങ്ങോട്ടേക്ക് വരുന്നത്. കൂട്ടത്തില് ഈ ഗോട്ടോസിന്റെ അമ്മാവനോ ചെറിയച്ഛനോ അങ്ങനെ ഏതോ ഒരുത്തൻ അവനും ഉണ്ടായിരുന്നു. അവൻ ആ നാട്ടിലെ മേയറാണ് പോലും. അങ്ങനെ ചീഫ് വന്നിട്ട് നമ്മുടെ ഡേഗോയോട് പറയുന്നുണ്ട്, ഡേഗോ നീ അബദ്ധമൊന്നും കാണിക്കരുത്, അവനെ വിട്ടേക്ക്, നിന്നോട് ഞാനാ പറയുന്നത് അവനെ വിടാൻ. ഇത് കേട്ടിട്ട് ഡേഗോയ്ക്ക്, അല്ല ചീഫ് ഇതെന്താ പറയുന്നത്, ഇവന്മാരെന്താ ചെയ്തെന്നറിയാവോ? അവന്മാരെന്തേലും ചെയ്യട്ടെ, നീ അവനെ വിടാനാ ഇപ്പൊ പറഞ്ഞത്. അത്രയും പറഞ്ഞിട്ട് ചീഫ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു അരിവാള് വാങ്ങി വെക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഗോട്ടോസിനോടുമായിട്ട് പറയും, ഇവനാണ് നിങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്ക് അതിക്രമിച്ച് കയറിയത്. അതുകൊണ്ട് ഈ ഒരു ദിവസത്തേക്ക് ഇവനെ തല്ലിയതിന്റെ പേരിൽ ഞാൻ ഒരു കേസും നിങ്ങളുടെ മേലെടുക്കുന്നില്ല. മാത്രല്ല ഇവന് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അത്രയും പറഞ്ഞിട്ട് ചീഫ് ഡേഗോയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഡേഗോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല, ഈ ചീഫിന് ഇതെന്ത് പറ്റി? അവരവിടെ നിന്നും പോയി കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്കിള് ആ മേയറമ്മവരുണ്ടല്ലോ അങ്ങേരോട്, അല്ല ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്, താൻ എന്തിനാ ആ ചീഫിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കും. അപ്പൊ അങ്ങേര് പറയുന്നത്, ഉത്സവം വരാൻ പോവുകയാണ്, നീയൊക്കെ കൂടിയിട്ട് ഈ കൊല്ലാൻ പോകുന്നതേ ഒരു പോലീസ് ഓഫീസറാണ്. ഉത്സവം വരെയെങ്കിലും നീയൊക്കെ ഒന്ന് അടങ്ങ്, അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അത്രയും കാണിച്ചിട്ട് ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വില്യം ഉണ്ടല്ലോ, അവൻ ആ കൊച്ചിന് ഫുഡൊക്കെ കൊടുക്കുന്നതാണ്. അവൻ ആ കൊച്ചിനെ തന്നെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. കാരണം ആ കുട്ടീനെ നാളെ അവന്മാരെല്ലാരും ചേർന്നിട്ട് ആ നരഭോജിക്ക് തിന്നാൻ കൊടുക്കാൻ പോവുകയാണ്. ഇതാണ് നിന്റെ അവസാനത്തെ അത്താഴെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വില്യം ആ കൊച്ചിന് ഒരു മിഠായി കൂടി കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് അവൻ ആ കൊച്ചിനോട് നമുക്ക് രക്ഷപ്പെടാൻ സമയമായെന്ന് പറഞ്ഞിട്ട് അവൻ ആ കുട്ടീനെ എടുക്കുന്നുണ്ട്. എന്നാൽ ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് ഡേഗോയും അവന്റെ ചീഫും കാറിലൂടെ പോവുകയായിരുന്നു. അപ്പൊ ചീഫ് അവനോട് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നീ ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അത് നിന്റെ ജീവൻ ആപത്താകില്ലേ. എന്നാൽ നമ്മുടെ ഡേഗോയ്ക്ക് ചീഫിനെ ഒട്ടും തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങേരും ഇനി ഗോട്ടോസിന്റെ കൂട്ടത്തിലുള്ളതാണോന്ന് ഡേഗോയ്ക്ക് നല്ല സംശയമുണ്ടായിരുന്നു. എന്നിട്ട് ചീഫ് അവനോട് പറയുന്നുണ്ട്, നിന്റെ പ്ലാനൊക്കെ ഞാൻ നശിപ്പിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാല് ഞങ്ങളുടെ പ്ലാൻ നീയാണിപ്പോ തകർത്തേക്കുന്നത്. അത് കണ്ടിട്ട് ഡേഗോ ഒരു സംശയത്തോടെ അങ്ങേരെ നോക്കുന്നുണ്ട്. നീ എന്തായാലും സ്റ്റേഷനിലേക്ക് വാ, അവിടെ വെച്ചിട്ട് ഞാൻ എല്ലാം വിശദമായിട്ട് പറയാന്ന് പറഞ്ഞിട്ട് ചീഫ് അവനെയും കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും ഈ ഗോട്ടോസിനെ കുറിച്ച് അന്വേഷിക്കാൻ ചീഫിന്റെ അണ്ടറിൽ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. അതിലൊരു ഓഫീസർ ഡേഗോയോട് ചോദിക്കുന്നുണ്ട്, നീ ആ ഡോക്ടർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന വിരല് അതാ ഡാനിയുടേതാണെന്ന് നിനക്കറിയാമോ? അപ്പൊ ഡേഗോ ആ കാര്യം എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോ ആ വിരലിൽ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്ന ഉമിനീരിന്റെ കാര്യമോ? ഇല്ല, അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ചിട്ട് എനിക്ക് അറിവില്ലായിരുന്നു. നീ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ വിരലില് ഒരു മനുഷ്യന്റെ ഉമിനീരുണ്ടായിരുന്നു. അതായത് ഈ ഡാനിയെ ഏതോ ഒരു മനുഷ്യൻ പച്ചയ്ക്ക് തിന്നതായിരുന്നു. അപ്പൊ അതിലുണ്ടായിരുന്ന ഒരു ലേഡി ഓഫീസർ ഈ ഡാനിയുടെ ഡെഡ് ബോഡിയുടെ കുറച്ച് ഫോട്ടോസ് നമ്മുടെ ഡേഗോയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഡാനിയുടെ ശരീരത്തിൽ ഒരുപാട് കടിയേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഒരു മനുഷ്യനാണ് ചെയ്തേക്കുന്നത്. എന്നാൽ അത് ആരാ ചെയ്തതെന്ന് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഡേഗോ അവരോട് എല്ലാവരോടും പറയുന്നുണ്ട്, അത് ചെയ്ത ആളെ എനിക്കറിയാം, അയാളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന്. മാത്രമല്ല മുൻപ് എന്റെ തലയിൽ വെട്ടിയിട്ടുണ്ടായിരുന്നത് അയാളാണ്. ഈ ഗോട്ടോസ് എല്ലാവരും അവനെ അയാൾ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവനാണ് ഇതിനെല്ലാം കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർ ഈ ഗോട്ടോസിന്റെ ഒരു ഫാമിലി ട്രീ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയും, ഈ ഗോട്ടോസിന്റെ പിൻഗാമികൾ ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. മാത്രമല്ല ഗോട്ടോസിന് അവരുടെ ചോരയിൽ പിറന്നവര് അവര് അത്രയ്ക്ക് പ്രാധാന്യമുള്ളവരായിരുന്നു. അപ്പോഴാണ് ഡേഗോ ആ ഫാമിലി ട്രീയിൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ജിൻഗോട്ടോ മുത്തശ്ശിക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു, ഐഗോട്ടോ, അതാണ് അവളുടെ പേര്. അവളുടെയും പിന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു മേയർ ഉണ്ടല്ലോ, അങ്ങേരുടെയും മക്കളാണ് നമ്മുടെ മൈക്കിളും വില്യമും. അപ്പൊ ഇത് കണ്ടിട്ട് ഡേഗോ അവരോട് ചോദിക്കുന്നുണ്ട്, ഈ ജിൻഗോട്ടോ മുത്തശ്ശിക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു, ആ കാര്യം എനിക്ക് അറിയില്ലല്ലോ. അത് കേട്ട ചീഫ് പറയുന്നത്, ശരിയാണ്, ജിൻഗോട്ടോയ്ക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു. എന്നാൽ 18 വർഷങ്ങൾക്ക് മുൻപ് അവളെ കാണാതായി. ശരിക്കും പറഞ്ഞാൽ അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ ജിൻഗോട്ടോയ്ക്ക് ശേഷം ഗോട്ടോ ഫാമിലിയുടെ ലീഡർ ആവേണ്ടത് അവളായിരുന്നു. അവൾ ഇന്ന് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവളുടെ മകനായിട്ടുള്ള മൈക്കിളിനെ അവരെല്ലാവരും ചേർന്നിട്ട് ലീഡറായിട്ട് ഇപ്പൊ തെരഞ്ഞെടുത്തേക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഡേഗോ അവരോട് ചോദിക്കുന്നുണ്ട്, ഈ ഐഗോട്ടോയ്ക്ക് ശേഷം വേറെ ആരെയെങ്കിലും ഇതുപോലെ കാണാതായിട്ടുണ്ടോ എന്ന്. പക്ഷേ മറ്റൊരു തിരോധാനം ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ ഡേഗോ പറയും, ഓക്കെ, അപ്പൊ അവളാണ്, ഐഗോട്ടോയാണ് 18 വർഷങ്ങൾക്ക് മുൻപ് ആ പാതി മുഖമുള്ളവനെ സഹായിച്ചിട്ടുള്ളത്. ഇത് കേട്ടിട്ട് എല്ലാ ഓഫീസറും, അല്ല ആരെയാണ് പറയുന്നത്, പാതി മുഖമുള്ളവനോ, അതേത് അങ്ങനെ ഒരാളെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ കാരണമാണ് ഞാനിന്ന് ഗോട്ടോസിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. 18 വർഷങ്ങൾക്ക് മുൻപ് ഗോട്ടോസ് അവനെ ആ നരഭോജിക്ക് ബലിയായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ വെച്ചിട്ട് അവനെ ആരോ രക്ഷിച്ചിട്ട് ദൂരേക്ക് ഓടി മറഞ്ഞു. അവന്റെ മുഖം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അത് പകുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഗോട്ടോസിനെ കുറിച്ച് അന്വേഷിക്കാൻ വേറൊരാൾ കൂടി എന്നെ സഹായിക്കുന്നുണ്ട്. അഥവാ ഗോട്ടോസിനെ പിടികൂടിയാൽ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ആ കുട്ടീനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വില്യം ആ സെല്ല് തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ആ തൊപ്പിക്കാരൻ അങ്ങോട്ടേക്ക് വന്നത്. അല്ല, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? നീ എന്താ നിന്റെ മുഖം മൂടാത്തത്? ഇത് കേട്ടിട്ട് നമ്മുടെ വില്യം ആകെ പകച്ചു നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ തൊപ്പിക്കാരൻ അവനായിട്ട് ഇടിക്കാൻ തുടങ്ങിയത്. നീയല്ലടാ ആ ചതിയൻ, ഡേഗോയോട് ഈ ഗുഹയെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് നീയല്ലേ? മാത്രല്ല നീയും ആ ഡാനിയും തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? അവനും ഈ ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് നീയല്ലേടാ? ഇത് കേട്ടിട്ട് വില്യം പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും ഞാൻ കുടുംബത്തെ ചതിക്കില്ല. മാത്രമല്ല അന്ന് കരടി വേട്ട കഴിഞ്ഞതിന് ശേഷം ആ ഓഫീസറെ ഞാൻ കണ്ടിട്ട് കൂടിയില്ല. എന്നാൽ നമ്മുടെ തൊപ്പിക്കാരൻ വില്യമിനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇതിനൊരു തീർപ്പാവുന്നത് വരെ നീയും ഇവിടെ കിടക്കെന്ന് പറഞ്ഞിട്ട് അവനെ ആ കുട്ടിയുള്ള ആ ഒരു സെല്ലിൽ തന്നെ അടച്ചു വെക്കുന്നുണ്ട്. അതേസമയം തന്നെ ഡേഗോയെയും സീനിൽ കാണിക്കുന്നുണ്ട്. അവൻ ആ ഓഫീസേഴ്സിനോടൊക്കെ പറയും, ആ തൊപ്പിക്കാരന്റെ മനസ്സിൽ ഞാനൊരു തീകോരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരുത്തൻ അവരെ ചതിക്കുന്നുണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഒന്നുകിൽ അവൻ ഏറ്റവും സംശയമുള്ള ഒരുത്തന്റെ അടുത്തേക്ക് പോകും, അതല്ലെങ്കിൽ അവൻ പിന്നെ പോകാൻ സാധ്യതയുള്ളത് അത് ആ കുട്ടികളെ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന
പോകുന്ന സ്ഥലത്തേക്ക്. അപ്പോഴാണ് ഈ തൊപ്പിക്കാരൻ ഗുഹയ്ക്കുള്ളിൽ നിന്നും ഇറങ്ങി വരുന്നത്. ആ റിപ്പോർട്ടർ ഉണ്ടല്ലോ, അങ്ങേര് ദൂരെ നിന്നും വാച്ച് ചെയ്യുന്നതായിട്ട് കാണിച്ചു തരുന്നത്. അതായത് ഡേഗോ ഈ തൊപ്പിക്കാരനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിപ്പോർട്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ഒളിപ്പിച്ചു വെച്ച സ്ഥലം കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് അപ്പോ തന്നെ റിപ്പോർട്ടർ ഡേഗോയെ വിളിക്കുന്നുമുണ്ട്. എന്റെ കെണിയിൽ ആ തൊപ്പിക്കാരൻ വീണു, എനിക്ക് ലൊക്കേഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഡേഗോ അപ്പോ തന്നെ കുട്ടികളുള്ള ആ സ്ഥലത്തേക്ക് പോകാൻ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ചീഫ് ഡേഗോയെ അങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നുണ്ടായിരുന്നില്ല. അവനെ ഒറ്റയ്ക്ക് വിട്ടാൽ അവന്മാര് പിടികൂട്ടിയിട്ട് അവനെ കൊല്ലുമെന്ന് അങ്ങേർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെ രക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കണമെന്ന് അവര് പറയുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ള ഓഫീസേഴ്സ് ഒക്കെ ചീഫിനോട് ചോദിക്കും, ചീഫിന്റെ കയ്യിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറയുന്നു. കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം അത് നാളെ രാവിലെ ആയിരിക്കും. കാരണം നാളെ ഗ്രാമത്തിലുള്ളവരും ഗോട്ടോസും എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ ഒത്തുകൂടും. മാത്രമല്ല അമ്പലവും ഈ കുട്ടികളുള്ള സ്ഥലവും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്മാര് നമ്മളെ കുറിച്ച് അറിഞ്ഞാലും അവിടേക്ക് എത്തിയിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന സമയം മതി നമുക്ക് രക്ഷപ്പെടാം. അപ്പോ അതിലൊരു ഓഫീസർ ചോദിക്കുന്നുണ്ട്, ഇത്രയേറെ പ്രശ്നം നടന്നത് കൊണ്ട് തന്നെ ഈ ഒരു വർഷം അവന്മാര് ഈ കുട്ടികളുള്ള സ്ഥലത്തിന് നല്ല സെക്യൂരിറ്റി കൊടുക്കും. അതുകൊണ്ട് നമുക്ക് ഒറ്റക്ക് പോയാലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എന്തായാലും ബാക്കപ്പ് വേണ്ടി വരും. അത് കേട്ടിട്ട് നമ്മുടെ ചീഫ് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് സഹായം ചോദിക്കാം. അപ്പൊ മറ്റുള്ള ഓഫീസേഴ്സ് പറയുന്നുണ്ട്, അത് നടക്കുന്നു തോന്നുന്നില്ല. കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അങ്ങനെ ചുമ്മാതൊന്നും ഈ കേസിൽ ഇൻവോൾവ് ആവില്ല. നമ്മുടെ കയ്യിൽ അതിന് തക്കതായ തെളിവുകളുമില്ല. അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറെ സമയം എടുക്കുമെന്ന്. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ഡേഗോ അവിടെ നിസ്സഹായനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് അതിലൊരു ഓഫീസർ എഴുന്നേറ്റ് നിന്ന് പറയുന്നത്, ഡേഗോ ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടുപിടിച്ചേക്കുന്നത് അവന്റെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ്. എന്നിട്ട് പോലും നമുക്ക് അവനെ സഹായിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര ഷെയിമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഈ ഗോട്ടോസിനെ കുറിച്ചിട്ടും കൂടാതെ ഈ ഐഗോട്ടയെ കുറിച്ചിട്ടും കൂടുതൽ അന്വേഷിക്കുക. മാത്രമല്ല അതിലുണ്ടായിരുന്ന ഒരു ലേഡി ഓഫീസറോട് ഈ ഡേഗോയുടെ ഫാമിലിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനും അദ്ദേഹം പറയും. കൂടാതെ ഡേഗോയോട് പറയും, നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വാ, നമുക്ക് പോയിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവന്മാരെ ബാക്കപ്പിന് വിളിക്കാം. അങ്ങനെ ആ ലേഡി ഓഫീസർ ഈ ഓഫീസർ പറഞ്ഞത് പ്രകാരം നമ്മുടെ യൂക്കിക്കും അന്നയ്ക്കും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കൂടാതെ അവളെ അവരുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പോലീസ് ഓഫീസർ കൂടി അവളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കാറിൽ കയറിയിട്ട് ഹോട്ടലിലേക്ക് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു അവൻ പറയുന്നത്, സോറി എന്റെ കയ്യിൽ നിന്നും അഡ്രസ്സ് കളഞ്ഞു പോയി, നിങ്ങളുടെ കയ്യിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ തരുമോ എന്ന്. ഇത് കേട്ടിട്ട് അവള് നീ എന്തൊരു പൊട്ടനാടാന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോണിൽ നിന്നും അവരുള്ള ആ ഒരു അഡ്രസ്സ് അവനെടുത്ത് കൊടുക്കുന്നുമുണ്ട്. ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം തെളിവിനായിട്ട് നമ്മുടെ ഡേഗോ ആ പാതി മുഖമുള്ള പയ്യനെ വിളിക്കുന്നുണ്ട്. അവനോട് കുട്ടികളുള്ള ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചെന്ന് ഡേഗോ പറയുന്നുണ്ട്. കൂടാതെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് അവന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണെങ്കിൽ നാളെ രാവിലെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നും ഡേഗോ പറയും. കൂടാതെ അവന്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് ഈ ഗോട്ടോസിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. മാത്രമല്ല നിന്റെ അമ്മയുടെ പേര് ഐഗോട്ടോ എന്നാണോ എന്ന് കൂടി അവനോട് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ കേട്ടിട്ട് അവൻ പറയുന്നത് 18 വർഷങ്ങൾക്ക് മുൻപ് അന്ന് അമ്മ എന്നെ അവിടെ നിന്നും എടുത്തിട്ട് ഓടി. ഞങ്ങൾ ദൂരെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒളിച്ചു താമസിക്കാൻ തുടങ്ങി. എന്നെ സംസാരിക്കാൻ പഠിപ്പിച്ചതും എനിക്കൊരു പേരിട്ടതും എല്ലാം എന്റെ അമ്മയായിരുന്നു. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അതെന്റെ അമ്മയാണ്. കൂടാതെ എന്റെ അമ്മ അവർ മരിച്ചിട്ടില്ല, അവരിന്നും ജീവനോടെയുണ്ട്. എന്റെ അമ്മയും എന്റെ കൂടെ വരാൻ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ വന്നിട്ട് പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്ന് അവൻ ഡേഗോയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ അവന്റെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് അവരോട് ചോദിക്കും, അമ്മ ഇത്രയും കാലമായിട്ടും ഞാൻ അമ്മയോട് ഇതുവരെ ഈ കാര്യം ചോദിച്ചിട്ടില്ല. അമ്മ എന്നെ വളർത്തി ഇത്രയും വരെയാക്കി. ഞാൻ അമ്മയെ അമ്മയെന്ന് വിളിക്കണോ അതോ ഐഗോട്ടോ എന്ന് വിളിക്കണോ? അത് കേട്ട അവന്റെ അമ്മ ഒരു നിമിഷം സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. വേണ്ട മോനെ, ഇനി എന്നെ ആ പേര് വിളിക്കരുത്, അത് ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതേസമയം തന്നെ ഗോട്ടോ ഫാമിലിയും കാണിക്കുന്നുണ്ട്. അവരെല്ലാവരും ചേർന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ തൊപ്പിക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ നേരെ വന്നിട്ട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ അവൻ നമുക്കിട്ട് പണിയാൻ നോക്കുന്നുണ്ട്. ചിലപ്പോ അത് മൈക്കിളിന്റെ അനിയൻ വില്യമായിരിക്കും, അല്ലെങ്കിൽ അവന്റെ ഒളിച്ചു പോയിട്ടുണ്ടായിരുന്ന അമ്മയുണ്ടല്ലോ അവളായിരിക്കുമെന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ മൈക്കിളിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം അവൻ മൈക്കിളിനെ കൂടി സംശയിച്ചിട്ട് പറയുന്നത് പോലെയായിരുന്നു അവന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം പാതിമുഖമുള്ള പയ്യൻ അവന്റെ അമ്മയോട് പറയും, അമ്മ ഒരു ഓഫീസർ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങേരോട് പറഞ്ഞാൽ നമുക്ക് ആ കുട്ടികളെ രക്ഷിക്കാൻ സാധിക്കും, എന്നെ 18 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ രക്ഷിച്ചതുപോലെ. ഇത് കേട്ടിട്ട് അവന്റെ അമ്മ അവനോട് പറയും, മോനെ നീ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടരുത്, ഈ കാര്യങ്ങൾ ആരോടൊന്നും പറയാൻ പാടില്ല, നിനക്ക് എന്നെ കുറിച്ചിട്ട് ഒന്നും അറിയില്ലെന്ന്. പിന്നെ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അവിടെ
ആ ജിൻഗോട്ടോ മുത്തശ്ശി നമ്മുടെ ഐഗോട്ടോയോട് പറയുന്നുണ്ട്, ഉത്സവം വരാറായി, ഇത് കഴിഞ്ഞാൽ ഉടനെ നീ ഇവിടം വിട്ട് പോകണം. ഇനി ഇവിടെ നിന്റെ ആവശ്യമില്ല. മാത്രമല്ല വില്യമിനെയും മൈക്കിളിനെയും അവരെ എനിക്ക് തന്നിട്ട് വേണം നീ പോകാൻ. അവരെ ഞാൻ വളർത്തിക്കോളാം. മാത്രമല്ല അവരുടെ ആവശ്യവും അത് തന്നെയാണ്, നിന്നെ അവർക്ക് വേണമെന്നില്ലെന്ന്. അത് കേട്ടിട്ട് ഐഗോട്ടോ അവരോട് ചോദിക്കും, അല്ലമ്മേ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്റെ മക്കളെ വിട്ടിട്ട് ഞാൻ പോകാനോ? അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇത് കേട്ടിട്ട് ആ ജിൻഗോട്ടോ ഇവളോട് തിരിച്ചു പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നീ ജീവിക്കണമെന്നില്ല, നിനക്ക് പോയി ചാകാമെന്നായിരുന്നു. ഈ ഗോട്ടോ ഫാമിലിയിൽ കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടായിരുന്നത് നമ്മുടെ ഐഗോട്ടോയ്ക്ക് മാത്രമായിരുന്നു. എന്നാൽ അവളുടെ അമ്മയായിട്ടുണ്ടായിരുന്ന ജിൻഗോട്ടോ മൈക്കിളിനും നമ്മുടെ വില്യമിനും ചെറുപ്പം മുതലേ കുടുംബത്തെക്കുറിച്ചിട്ടുള്ള വിഷം കുത്തിവെച്ച് കൊടുത്തിട്ട് അവരെ ഈ ജിൻഗോട്ടോയുടെ പിൻഗാമികളാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ തീരുമാനം. അങ്ങനെ 18 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആ ഉത്സവ ദിനം വന്നെത്തി. ഒരു കൊച്ചു കുഞ്ഞിനെ അവിടെ നടുക്കായിട്ട് കെട്ടിവച്ചിട്ടുണ്ടായിരുന്നു. ചുറ്റും കറുപ്പ് നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞിട്ട് ജിൻഗോട്ടോ മുത്തശ്ശിയും കുട്ടിയായിരുന്ന മൈക്കിളും വില്യമും അവരുടെ അമ്മയായിട്ടുണ്ടായിരുന്ന ഐഗോട്ടോയും മറ്റുള്ള എല്ലാവരും തന്നെ മുഖമൊക്കെ മൂടിയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ പരസ്പരം ഓരോ മാംസ കഷ്ണങ്ങൾ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് അതിലുണ്ടായിരുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മണിയെടുത്ത് മുട്ടുന്നുണ്ട്. അപ്പോഴാണ് ആ നരഭൂജി അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ ചാടി വീണിട്ട് ആ നടുവിൽ കിടക്കുന്നുണ്ടായിരുന്ന കൊച്ചിന്റെ മുഖത്തിന്റെ ഒരു പാതി തന്നെ കടിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ ചുറ്റും നിൽപ്പുണ്ടായിരുന്ന ഒരുത്തന് പോലും ഒരു കുലുക്കവുമില്ലായിരുന്നു. അവന്മാരെല്ലാം തന്നെ എന്തോ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ട് അതും നോക്കി ചുറ്റും നിൽപ്പുണ്ടായിരുന്നു. വേദന കൊണ്ട് പൊളയുന്ന ആ കുഞ്ഞ് അതിന്റെ കൈകാലുകളിട്ടടിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ചോര ആ കല്ലിലൂടെ നിലത്തേക്ക് ഇറ്റിട്ട് വീഴുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ഈ ഐഗോട്ടോ അവിടെ കത്തി നിൽപ്പുണ്ടായിരുന്ന ഒരു പന്തം എടുത്തിട്ട് ഈ നരഭോജിയുടെ തലയിലായിട്ട് തീ കൊളുത്തുന്നത്. തലയിൽ തീ പിടിച്ചിട്ടുണ്ടായിരുന്ന ആ മനുഷ്യൻ ആ കുട്ടിയുടെ ദേഹത്ത് നിന്നും എഴുന്നേറ്റ് ഓടി. മറ്റുള്ള എല്ലാവരും തന്നെ ആ തീ കെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു. ആ ഒരു തക്കത്തിന് നമ്മുടെ ഐഗോട്ടോ കുഞ്ഞിനെയും എടുത്തിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു. എന്നാൽ ഇതെല്ലാം തന്നെ ജിൻഗോട്ടോ മുത്തശ്ശി കാണുന്നുണ്ടായിരുന്നു. ഐഗോട്ടോയെ പിന്തുടരാൻ വേണ്ടിയിട്ട് അവള് മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തു. എന്നാൽ ഐഗോട്ടോയ്ക്ക് അധിക ദൂരം ഓടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ചേർന്നിട്ട് അപ്പോഴേക്കും തന്നെ അവളെ വളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ അവിടേക്ക് ജിൻഗോട്ടോ മുത്തശ്ശി എത്തി. അവരോടായിട്ട് ഐഗോട്ടോ പറഞ്ഞു, അമ്മ വേണമെങ്കിൽ ഇനി എന്നെ കൊന്നോളൂ. ഇത്രയും ഗതി കിട്ടി നിൽക്കുന്ന നിങ്ങളെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി എനിക്ക് മരിച്ചാലും ഒരു പ്രശ്നവുമില്ല. അത് കേട്ട ജിൻഗോട്ടോ, നീ ഇപ്പൊ എന്താ ചെയ്തതെന്ന് നിനക്കറിയാമോ? അങ്ങനെയാണെങ്കിൽ നീ മരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഒരു തോക്കെടുത്തിട്ട് അവളെ വെടിവെക്കാൻ വേണ്ടിട്ട് നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു മുകളിൽ നിന്നും മറ്റൊരു വെടിശബ്ദം. അത് വേറെ ആരുമായിരുന്നില്ല, മൈക്കിളായിരുന്നു. അവൻ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി, അമ്മയെ കൊല്ലാനാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ കിടന്നിട്ട് ഞാനും വെടിവെച്ച് മരിക്കും. അമ്മയെ നിങ്ങൾ വിട്ടേക്ക്, അതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന്. അത് കേട്ട് ജിൻഗോട്ടോ, അല്ല ഇവളെ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ രഹസ്യങ്ങളെല്ലാം ഇവൾ ആരോടെങ്കിലും പറയില്ലേ മൈക്കിളെ? ഇല്ല, അമ്മയെ എനിക്ക് വിശ്വാസമാണ്. അഥവാ അമ്മ നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം, അതാണ് ഡീൽ. ഇത് കേട്ട ജിൻഗോട്ടോ മൈക്കിളിനോട് പറയും, ഓക്കെ, നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ അവൾ ഇനിയും ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇവളെ ഞാൻ കൊല്ലു. അത്രയും കാണിച്ചിട്ട് പിന്നെ കാണിക്കുന്നത് പ്രസന്റ് ആണ്. അമ്മ പറയുന്നതെല്ലാം തന്നെ കേട്ടിട്ട് ആ പാതി മുഖമുള്ള പയ്യൻ അവിടെ ഞെട്ടലോടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് നമ്മുടെ ഡെയ്ഗോ വിളിക്കുന്നത്. പക്ഷേ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം ഇനിയും മുന്നോട്ട് പോയാൽ അവൻ അവന്റെ അമ്മയെ നഷ്ടപ്പെട്ടു പോകുമെന്ന് അവന് നല്ല ഭയമുണ്ടായിരുന്നു. അതേസമയം തന്നെ ഡെയ്ഗോയോട് ചീഫും മറ്റുള്ള ഓഫീസേഴ്സും പറയുന്നുണ്ട്, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്കൊരു തെളിവുകളും ഇനി കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ നമുക്ക് മരിക്കാൻ വിടാനേ സാധിക്കുള്ളൂ എന്ന്. എന്നാൽ ഡെയ്ഗോയ്ക്ക് മാത്രം അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. തൊപ്പിക്കാരനാണെങ്കിൽ ആരാണ് തങ്ങളെ ഒറ്റിയതെന്നറിയാതെ കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ മൈക്കിള് അലക്സിനെ കാണാൻ പോകുന്നുണ്ട്. മൈക്കിളിനെ കണ്ട അലക്സ് അവനോട് പറയുന്നത്, ഇത്രയും കാലം ഗോട്ടോസിന്റെ അധികാരം നിലനിർത്തിയിട്ടുണ്ടായിരുന്നത് ജിൻഗോട്ടോയും പിന്നെ എന്റെ മുത്തച്ഛനുമായിരുന്നു. ജിൻഗോട്ടോ ഓൾറെഡി മരിച്ചല്ലോ. മാത്രമല്ല എന്റെ മുത്തച്ഛൻ അധികം വൈകാതെ വഴിയാകും. അവരുടെ കാലം കഴിഞ്ഞ് അധികാരം നമ്മളിലേക്കാണ് വന്നു ചേരുക. അതായത് ഞാനും നീയും. നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ തെറ്റാടാ. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ആ കുട്ടികളെ മോചിപ്പിക്കാൻ സാധിക്കും. ആ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരുമല്ലടാ. ഇത്തരത്തിലുള്ള എല്ലാ ആചാരങ്ങളും പൊട്ടത്തരമാണ്. ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ മൈക്കിളിന് മാത്രം ഒരു കുലുക്കവുമില്ലായിരുന്നു. നിന്നോട് ആരാണ് ഈ വിഡ്ഢിത്തരങ്ങളൊക്കെ പറഞ്ഞത്? ഡാനിയാണോ അതോ ആ ഡെയ്ഗോയോ? നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഉത്സവം നടക്കും. ഇത് കേട്ടിട്ട് അലക്സ് അവനോട് വീണ്ടും പറയുന്നുണ്ട്, ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ശാപം നമുക്കാണ് വന്നു ചേരുക. അപ്പോൾ മൈക്കിൾ പറയും, ഈ കാര്യങ്ങളെല്ലാം തന്നെ എനിക്കറിയാം, നീ എന്നോട് അധികം വിളമ്പാൻ നിൽക്കണ്ട. പക്ഷേ എന്തൊക്കെ വന്നാലും ഇതെനിക്ക് ചെയ്തേ പറ്റൂ എന്ന്. അത്രയും പറഞ്ഞിട്ട് മൈക്കിൾ അവിടെ നിന്നും തിരിച്ചു പോകും. അപ്പോഴവൻ അവന്റെ അമ്മയെ കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ഡെയ്ഗോ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും വീണ്ടും കൂകിലേക്ക് പോകുന്നുണ്ട്. കാരണം അവന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. കുറെ നേരം
സ്വാഭാവികമായിട്ടും ഡേഗോയെ കാണാഞ്ഞിട്ട് നമ്മുടെ ചീഫ് മറ്റുള്ള ഓഫീസറോട് ചോദിക്കുന്നുണ്ട് ഡേഗോ എവിടെ പോയെന്ന്. അപ്പോ അതിലൊരു ഓഫീസർ അങ്ങേരോട് പറയുന്നത് ഡേഗോ വീണ്ടും കൂകിലേക്ക് തിരിച്ചുപോയി. പക്ഷേ എനിക്ക് അവനെ തടയാൻ സാധിച്ചില്ല. നമുക്ക് എന്തുകൊണ്ട് ഡേഗോയെ അങ്ങോട്ടേക്ക് വിട്ടുകൂടാ? ഒന്നുകിൽ ഡേഗോ ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കും, അല്ലെങ്കിൽ അവന്മാരുടെ കൈകൊണ്ട് മരിക്കും. അങ്ങനെ അവൻ മരിക്കുകയാണെങ്കിൽ ഒരു പോലീസ് ഓഫീസറാണ് മരിച്ചേക്കുന്നത്. നമുക്കൊരു തെളിവുകളുമില്ലാതെ ഗോട്ടോസിനെ കുറിച്ച് അന്വേഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഡേഗോ പോകുന്നത് ഞാൻ മനഃപൂർവ്വം തടഞ്ഞില്ല എന്ന്. അതേസമയം തന്നെ യുക്കിയുടെയും അന്നയുടെയും അടുത്തേക്ക് ആ ലേഡി ഓഫീസറും കൂടെ ഉണ്ടായിരുന്ന മറ്റേ ആ ഒരു പോലീസ് ഓഫീസറും എത്തിയിട്ടുണ്ടായിരുന്നു. ആ ലേഡി ഓഫീസർ യുക്കിയോട് പറയും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നതെന്ന്. അപ്പോഴാണ് ആ കൂടെ ഉണ്ടായിരുന്ന ഓഫീസർ അവരോടെല്ലാം തന്നെ പറയുന്നത് സോറി, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ട് വന്നതല്ല, ഞാനൊരു ഗോട്ടോയാണ്. അതേസമയം തന്നെ മൈക്കിള് വില്യമും ആ കുട്ടികളുമുള്ള ആ ഒരു ഗുഹയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവനോട് സമയമായി ഇറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നില്ല. ഗ്രാമവാസികൾ എല്ലാവരും തന്നെ നാളത്തെ ഉത്സവത്തിന്റെ തയ്യാറെടുപ്പിലായിരുന്നു. ഉത്സവത്തിന്റെ അവസാന ദിവസം കത്തിക്കാനായിട്ടുള്ള വലിയൊരു മനുഷ്യന്റെ പ്രതിമ അവര് പൂക്കൾ കൊണ്ട് നിർമ്മിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അലക്സ് നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മുടെ ഡേഗോ ആ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഗുഹയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അവൻ അവിടെ എത്തുമ്പോഴേക്കും ആ സെല്ലുകളിൽ ഒന്നും തന്നെ ആ കുട്ടികളോ വില്യമോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ നിന്ന് ലഭിച്ചത് ആ കുട്ടികളുടെ കുറച്ച് മുടികൾ മാത്രമായിരുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു ആ നരഭോജി അവൻ നമ്മുടെ ഡേഗോയുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു അരിവാള് വെച്ചിട്ട് നമ്മുടെ ഡേഗോയെ വെട്ടാനായിട്ട് അവൻ ഓടി വരുന്നുണ്ട്. പക്ഷേ പിന്നീട് ഡേഗോയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് കാണിച്ചു തരാതെ 7ാമത്തെ എപ്പിസോഡും കൂടാതെ 1ാമത്തെ സീസണും അവസാനിക്കുകയാണ്. ഡേഗോ അവിടെ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ടാവുമോ, അതോ അവൻ ആ കുട്ടികളെ രക്ഷിച്ചിട്ടുണ്ടാവുമോ? അങ്ങനെ ഒരു സസ്പെൻസ് ബാക്കി വെച്ചുകൊണ്ടാണ് 1ാമത്തെ സീസൺ അവസാനിക്കുന്നത്. 2ാമത്തെ സീസൺ മാർച്ച് 19 റിലീസ് ചെയ്യുമെന്നാണ് പുതിയ അപ്ഡേറ്റ്സ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2ാമത്തെ സീസൺ അപ്പോൾ കാണാം. എന്തായാലും ഗാനിബിൾ എന്ന ഈ സീരീസിന്റെ ഫസ്റ്റ് സീസൺ ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഈ സീരീസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം?